മുസ്ലിമിന്റെ മുഖത്ത് കാണുന്ന രോമത്തിനെ പോലും മനുഷ്യന്മാർക്ക് പേടിയാ. പല മുസ്ലിമീങ്ങളും താടി വടിക്കുന്നവരാണ്. എന്തടിസ്ഥാനത്തിൽ? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ വയസ്സന്മാരായാലും ചെറുപ്പക്കാരായാലും താടി വടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വടിച്ചത്? ആര് നിങ്ങൾക്ക് അവകാശം അനുവാദം തന്നു താടി വടിക്കാൻ? മതം പറയുന്നു നിങ്ങൾക്ക് അവകാശമില്ല, അനുവാദം ഇല്ല താടി വടിക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അംബിയാ മുർസലീങ്ങളിൽ ഒരു താടിവടിയനില്ല ചരിത്രത്തിൽ. പ്രവാചകന്മാരുടെ സ്വഹാബകളിൽ ഒരു താടിവടിയനില്ല. താബിഈങ്ങളിലില്ല, തബഉ താബിഈകളിലില്ല, ഇമാമുകളിലില്ല, മുഫസ്സിരീങ്ങളിലില്ല, മുഹദ്ദിസീങ്ങളിലില്ല, മുജദ്ദിദീങ്ങളിലില്ല, മുഹഖിഖീങ്ങളിലില്ല. ഉമ്മത്തിന്റെ മുൻഗാമികളിൽ ഒരാള് പോലും താടിവടിയനില്ല. വർത്തമാനകാലത്തിന്റെ മുസ്ലിം പിന്നെങ്ങനെ താടി പഠിച്ചു? നാട്ടുകാർക്ക് വേണ്ടിയാ? ഇണകൾക്ക് വേണ്ടി? സ്വന്തത്തിന് വേണ്ടി? എങ്കിൽ നിന്റെ ഹുബ്ബ് പൂർണ്ണമല്ല, ആഖിറത്തിൽ പ്രയോജനപ്പെടൂല. വല്ലാഹി സുമ്മ വല്ലാഹി പ്രയോജനപ്പെടില്ല. എന്തുകൊണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് താടി. ആ ഇഷ്ടം പോലും പാലിക്കാൻ തയ്യാറല്ല. മടിച്ച റബീഉൽ അവ്വലിന് കൊടി വെക്കുക. എന്തിന്? താടി വടിച്ചിട്ട് ജൂതന്റെ മുഖം പോലെ മുഖമാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി പച്ച കൊടി പോക്കിയിട്ട് പറയാൻ ഹുബ്ബുർ റസൂലിന്റെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. എന്ത് ഹുബ്ബുർ റസൂൽ? താടി എവിടെ? ഓ, ഇത് തീവ്രവാദത്തിന്റെ അടയാളം. ചില ആൾക്കാർക്ക് ഗ്ലാമർ പോവും. താടി വെച്ചാല് സൗന്ദര്യം പോവും. നമ്മുടെ നബിക്ക് സൗന്ദര്യമൊന്നുമില്ല. ഏതോ മലയിൽ ജീവിക്കുന്ന മനുഷ്യൻ, മഅദല്ലാഹ് അല്ലേ? നമ്മുടെ നബിന്റെ സ്വഹാബത്തൊക്കെ ഒരു ഗ്ലാമറും ഇല്ലാത്ത ഒരു ജാതി, എന്താ പറയാ, കാട്ടുവാസികൾ. താടിയെല്ലാം വെച്ച് താടിയൊക്കെ നീട്ടി നടക്കും. നമ്മള് ഭയങ്കരമായ സുന്ദര കുട്ടപ്പന്മാര്. ഷാറൂഖ് ഖാന്റെ പാർട്ടി, സൽമാൻ ഖാന്റെ പാർട്ടി, അത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പാർട്ടി. താടിയെല്ലാം വെച്ച മനുഷ്യന്മാർ. അങ്ങനെയാ? റസൂലുള്ളാഹിക്ക് സൗന്ദര്യമില്ല? അബൂദർ റളിയല്ലാഹു അൻഹു, ഗഫാർ ഗോത്രക്കാരൻ, കൊള്ള സംഘത്തിന്റെ തലവൻ, മുസ്ലിമായി. നബിന്റെ കൂടെ നടന്നു. മുസ്ലിമായതിനു ശേഷം വിടൂല, കൂടെ തന്നെ കൂടും. ഒരു ദിവസം പാതിരാത്രിയിൽ 14-ാം രാവിന്റെ ചന്ദ്രൻ മുകളിലുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഞാൻ നടന്നു. നടക്കുന്ന വഴിയിൽ ഞാൻ ചന്ദ്രനെ നോക്കും, എന്നിട്ട് എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ പിന്നെയും ചന്ദ്രനെ നോക്കും, എന്നിട്ട് എന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കും. അല്ലാഹുവാണേ സത്യം, അതിനേക്കാൾ പ്രകാശം എന്റെ നബിന്റെ മുഖത്തിനാണ്. ആ മുഖത്ത് എന്തുണ്ട് മുസ്ലിമേ? താടിയുണ്ട്. നിന്റെ താടി എവിടെ? താടി എവിടെ? കൈസർ ഭരിക്കുന്ന പേർഷ്യൻ രാജ്യത്ത് നിന്നും 2 ദൂതന്മാര് വന്നു റസൂലുള്ളാഹിന്റെ മുഖം കാണിക്കാൻ. ദൂതന്മാരെ കണ്ടതും പ്രവാചകൻ മുഖം തിരിച്ചു. അവര് ചോദിച്ചത് എന്ത് നിയമം? ഒരു രാജ്യത്തിന്റെ ദൂതന്മാര് വരുമ്പോൾ ഒരു ഭരണാധികാരി മുഖം തിരിക്കുകയോ? റസൂലുള്ളാഹിന്റെ മറുപടി, താടി വടിച്ച രോമമില്ലാത്ത മുഖം കണ്ടിട്ട് തിരിച്ചു കളഞ്ഞതാണ്, ഇഷ്ടമല്ല എനിക്ക്. അവര് പറഞ്ഞു, നബിയേ, ഇത് പേർഷ്യൻ രാജാവിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. പൗരന്മാര് താടി വെക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എന്റെ റബ്ബിന്റെ നിയമമാണ്, ഇത് എന്റെ റബ്ബിന്റെ നിയമമാണ്. ഏത് സ്വീകരിക്കുന്നു മുസ്ലിമേ? ഏത് സ്വീകരിക്കുന്നു? കരഞ്ഞിട്ട് കാര്യമില്ല. കഅബാലയത്തിന്റെ ഖില പിടിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കയ്യിലുള്ള സമ്പത്ത് മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ ആയുധങ്ങൾ വാങ്ങാൻ സംഘടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിനെ വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരും വരെ ഒന്നും ഉപകാരപ്പെടില്ല. ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് താടി വെക്കാൻ? ധൈര്യമുണ്ടോ മുസ്ലിം ചെറുപ്പക്കാരാ നിങ്ങൾക്ക് താടി വെക്കാൻ? നാട്ടുകാര് കളിയാക്കുന്നു, കൂട്ടുകാര് കളിയാക്കുന്നു, അയൽവാസികൾ കളിയാക്കുന്നു, ഉപ്പ ഉമ്മ അവരും ദേഷ്യം പിടിക്കുന്നു. നീ എന്തോ പറയണമെന്നറിയുമോ? ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ ആരാണ്? മുസ്ലിമാണ്. എന്റെ നേതാവിന്റെ നിയമമാണ് താടി വെക്കാൻ, വടിക്കൽ ഹറാം. 4 മദ്ഹബിന്റെ ഇമാമുകളും ഐക്യകണ്ഠേന പറഞ്ഞു, താടി വടിക്കൽ ഹറാം. ശാഫിഈ മദ്ഹബിന്റെ ചില ഉലമാക്കൾ കറാഹത്ത് എന്ന് പറഞ്ഞു. എന്ത് കറാഹത്ത്? തഹരീമിന്റെ കറാഹത്ത്. അവിടെയും അനുവാദമില്ല താടി വടിക്കാൻ. എവിടെ?
നമ്മൾ മക്കത്ത് പോകുമ്പോൾ പറയാ ദുആ ചെയ്യണേ, നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മുസ്ലിം ഉമ്മത്ത് അങ്ങനെയാണ്. കബൂലാവൂല. നിത്യമായി ഹറാം ചെയ്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ ദുആ, ഓന്റെ നിസ്കാരം, ഓന്റെ അമല് എവിടെ സ്വീകരിക്കപ്പെടാം? ദുആ എങ്ങനെയുള്ള സ്വീകരിക്കാൻ? അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തിനെ വടിച്ച് ജൂതന്റെ സുന്നത്തിന്റെ മുഖത്ത് പേറിയവന്റെ കർമ്മങ്ങൾ ഇല്ല. ചില ആൾക്കാർ പറയും ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്, അല്ലാഹ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് താടിയൊക്കെ വെക്കൽ സൗന്ദര്യമില്ലാത്ത പരിപാടി, അതുകൊണ്ട് നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഓൻ ആരെ സൗന്ദര്യം കണ്ടിട്ടുള്ളൂ? ഷാറൂഖ് ഖാന്റെ, സൽമാൻ ഖാന്റെ. ദുൽഖർ സൽമാൻ താടി വെച്ചു, ചെറുപ്പക്കാര് മൊത്തം താടി വെച്ചു അല്ലേ? DQ താടി വെക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു താടി വെക്കാൻ. നബി പറഞ്ഞു നമുക്ക് ശരിയാവില്ല, കാരണം സ്നേഹം ആരോടാ? ദുൽഖറിനോടാ, നബിനോടല്ല. ഓനാ ജാഥ വിളിക്കുന്ന റബീഉൽ അവ്വൽ മാസം. ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ, ഖൂലു തക്ബീർ അല്ലാഹു അക്ബർ. ആര്? മുഹമ്മദ് മുസ്തഫന്റെ സുന്നത്തിനെ നാണമില്ലാതെ, മനസ്സാക്ഷി കുത്തില്ലാതെ അന്ന് രാവിലെ വടിച്ചിറക്കിയവൻ, ഹബീബിന്റെ ആശയെ കുഴിച്ചു മൂടിയവൻ, അവൻ പറയാ അല്ലാഹു അക്ബർ. ഒരു കാര്യമില്ല, അതാരും കേൾക്കാനും പോകുന്നില്ല, അവിടെ എത്താനും പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്ക്. താടി വരട്ടെ. ഒരു കാര്യം ഉറപ്പാട്ടോ, വർത്തമാനകാലത്ത് മാധ്യമങ്ങളോ ഭരണകൂട ഭീകരന്മാരോ ഫാസിസ്റ്റുകളോ താടി വെച്ചവരെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, മർദ്ദിക്കുന്നുവെങ്കിൽ അതിന്റെ മുഖ്യ കാരണക്കാർ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള താടി വടിച്ചവരാ. കാരണം അവരെ കൊണ്ടാ തോന്നിപ്പോയത് താടി വലിയ കാര്യമൊന്നുമല്ല. ജലീൽ എന്തെങ്കിലും പറയും, അത് നമുക്ക് ആധാരമല്ല. KT ജലീൽ എന്തൊക്കെയോ പറഞ്ഞു വെച്ചത് അത് ആധാരമല്ല. ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വെക്കാം വെക്കാതിരിക്കാം. നോ, അത് നിങ്ങളുടെ അഭിപ്രായം, മതത്തിന്റെ അഭിപ്രായം. വെച്ചിരിക്കണം. നിങ്ങൾക്ക് വെക്കാണ്ടിരിക്കാൻ വേണ്ടി വെക്കാതിരിക്കാൻ തീരുമാനം ഉണ്ടാക്കിയാൽ അതൊന്നും ശരിയാവില്ല. മുസ്ലിം ഉമ്മത്തിന്റെ എനിക്ക് പറ, മുൻഗാമികളിൽ ഒരു താടിവടിയനായ മുസ്ലിം മഷീട്ടൊക്കെ കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? ഇസ്ലാമിന്റെ നിയമമായിട്ടാണ് താടിയെ മുൻഗാമികൾ മനസ്സിലാക്കിയത്. നമുക്കെന്താ മടി? അപ്പോ ഒരാൾ പറയാ, എടാ അവര് പഠിച്ചോട്ടോ, നിങ്ങൾക്കെന്താ? നോ, അതും പറ്റൂല. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, സൂറത്തുൽ അഹ്സാബ്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അവകാശമില്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തിനവകാശമില്ല? അയ്യകൂന ലഹുമുൽ ഖിറ, അവർക്ക് സ്വയം ഒരു അഭിപ്രായം ഉണ്ടാവാൻ ഫീ അംരിഹിം, അവരുടെ വിഷയത്തിൽ തന്നെ, വ്യക്തിപരമായ കാര്യത്തിൽ പോലും